എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് നടൻ ഒളിവിൽ. 55 ദിവസം കഴിഞ്ഞിട്ട് പിടികൂടാനാകാതെ പോലീസ്. കോഴിക്കോട് 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 55 ദിവസം പിന്നിട്ടിട്ടും പ്രതിയായ നടനെ പിടികൂടാതെ പോലീസ്. കഴിഞ്ഞ ജൂൺ 8-നാണ് നഗരപരിധിയിലെ ഒരു വീട്ടിൽ നടൻ കൂട്ടിക്കൽ ജയേന്ദ്രൻ 4 വയസ്സുകാരി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് പോക്സോ കേസ് എടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ട് പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം. കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായ ആരോപണമുണ്ട്. കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത് 3 തവണയാണ്. കേസുമായി ബന്ധമില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും ഉണ്ടായിരുന്നു. കുട്ടിയുടെ മാതാവാണ് കസബ പോലീസിൽ പരാതി നൽകിയത്. ഇതിനു പിന്നാലെയാണ് കേസെടുത്തത്. കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്ത് കൂട്ടിക്കൽ ജയേന്ദ്രൻ മകളെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇയാൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC ഇടപെട്ടു. കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമമുണ്ടായി. അന്വേഷണ പരിധിയിലില്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർ കേസ് ഇടപെട്ട് കുട്ടിയെ ഹാജരാക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു. വിവാദമായതോടെ CWC കുട്ടിയെ പിതാവിന്റെ വീട്ടുകാർക്കൊപ്പം വിട്ടു. കസബ ഇൻസ്പെക്ടർ CWCക്ക് നൽകിയ റിപ്പോർട്ടിൽ തിരുത്തുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് മാറ്റി നൽകാൻ CWC ആവശ്യപ്പെട്ടു. ഈ കാര്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളി. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കസബ പോലീസിനോട് കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണറുടെ അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള 2 സ്ക്വാഡുകൾക്കാണ് ഇപ്പോൾ അന്വേഷണം. നടൻ വിദേശത്തേക്ക് കടന്നോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. പ്രശസ്ത ടെലിവിഷൻ അവതാരകനും നടനുമായ കൂട്ടിക്കൽ ജയേന്ദ്രൻ ജഗതി VS ജഗതി, കോമഡി ടൈം എന്നീ പരിപാടികളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് തിലകം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ചെറുതും വലുതുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. തിലകമാണോ ചിരിക്കുടുകയാണോ? ചിരിക്കുടുക എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നല്ലോ നായകനായിട്ട്. ഇതേക്കുറിച്ച് ഇതുവരെയായിട്ടും കൂട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ് സത്യാവസ്ഥ, എന്താണ് സംഭവിച്ചത്, ഇതുവരെയായിട്ടൊരു ഓഡിയോ വീഡിയോ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം പുറത്തുണ്ട്, അറസ്റ്റ് ആയിട്ടില്ല. ഇങ്ങനൊരു കാര്യം ഈ 4 വയസ്സുകാരിയെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പലർക്കും ഇഷ്ടമാണ്. പലരും പണ്ട് ആ ഒരു കോമഡി ടൈമിൽ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഈ ഫോൺ വിളി ചാനലിൽ മനുഷ്യർ കുത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഇത്രയും ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് 10 മണിക്കൊക്കെ ഭയങ്കര എന്താ പറയുക കോമഡി. ഇന്ന് അത്രയൊന്നും ഇല്ല. ഈ കോമഡി സിനിമയിലെ കോമഡി സീൻ ഇങ്ങനെ കാണുന്ന പരിപാടിയൊന്നും ഇന്നില്ല. അതിനുവേണ്ടി കുത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ഫോൺ ചെയ്യുക, ഇത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടമാണ് ജയേന്ദ്രനെ, എല്ലാവർക്കും. കൂട്ടിക്കൽ ജയേന്ദ്രനെ അദ്ദേഹം എന്നിട്ട് ജനങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ, എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ എന്തുവരെയും തയ്യാറായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയത് കണ്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റം വായനയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കുക. വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് സഹിക്കുക.